വേണം നമുക്കും ഒരു സിലിക്കൺ വാലി എന്ന പ്രമേയത്തിൽ ചാൽഡ്രോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഒരുക്കുന്ന എഡ്യൂടെക് കോൺക്ലേവുകളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാതല എഡ്യൂടെക് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ടെക്നോളജി, വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം എന്നിവയിലൂന്നി കേരളത്തിലെ ക്യാമ്പസുകളെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രൂപം കൊണ്ട സിലിക്കൺ വാലി മോഡലിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ചാൽഡ്രോപ്പിന്റെ ആശയത്തിന് മികച്ച പിന്തുണയാണ് ക്യാമ്പസ് മാനേജ്മെന്റ് പ്രതിനിധികളും അക്കാദമിക് പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുത്ത കോൺക്ലേവ് നൽകിയത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനികമായ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന, വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ദിവസം പോലും നമ്മൾ തൊഴിൽ രഹിതനായി നിൽക്കാതെ ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ആധുനിക കാലഘട്ടത്തിലെ ടെക്നോളജിയെ എങ്ങനെ നമ്മുടെ ജീവിതഗന്ധിയാക്കാം, നമുക്ക് പ്രയോജനപ്രദമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവഗാഢമായ ചർച്ചകൾ ഇവിടെ നടക്കണം, അപഗ്രഥനങ്ങൾ നടക്കണം. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും വിശദമായ സംവാദങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കി പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന പ്രോബ്ലം സെഗ്മെന്റിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും മാനേജ്മെന്റ് പ്രതിനിധികളും അക്കാദമിക് പ്രതിനിധികളും അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവച്ചു. കേരളത്തിന് ആഗോള സാധ്യതകളെ ഉൾക്കൊള്ളുന്നതിന് സഹായകമായൊരു ഹൈബ്രിഡ് വിദ്യാഭ്യാസ രീതിയെ പരിചയപ്പെടുത്തുന്നതായിരുന്നു തുടർന്ന് നടന്ന പാനൽ ഡിസ്കഷൻ. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന അനിവാര്യതയെ ക്യാമ്പസുകൾ ഏറ്റെടുത്തു തുടങ്ങിയത് ആശാവഹമാണെന്ന് റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ ചൂണ്ടിക്കാട്ടി. ഇനിയിപ്പോൾ അങ്ങനെ തടസ്സങ്ങളില്ല, ക്യാമ്പസിലേക്ക് ഇൻഡസ്ട്രി വരുന്നതിന് തടസ്സങ്ങളില്ല. അപ്പോൾ ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് നാരോ ആകാൻ, അതെങ്ങനെയാണെങ്കിൽ നാരോ ആവണത്, ഇൻഡസ്ട്രിയിലുള്ള ലൈവായിട്ടുള്ള പ്രൊഫഷണൽസുമായിട്ട് ക്യാമ്പസിലെ കുട്ടികൾക്കുള്ള ഇൻട്രാക്ഷൻ, ഫാക്കൽറ്റികളുടെ ഇൻട്രാക്ഷൻ, ഈ ഫാക്കൽറ്റി ഇൻട്രാക്ഷൻസ് കൂടുമ്പോഴാണ് അവിടെ കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ ആശയങ്ങൾ വരികയും കുട്ടികൾ ഇൻസ്പയർ ആവുകയും ചെയ്യുന്നത്. ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്ന, അവരുടെ ആശയങ്ങളെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇക്കോസിസ്റ്റമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളർന്നു വരേണ്ടതെന്ന് റിപ്പോർട്ടർ TV കൺസൾട്ടന്റ് എഡിറ്ററും അക്കാദമിക് വിദഗ്ധനുമായ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നതിനോടൊപ്പം പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എണ്ണം കൊണ്ട് 100 പേരിൽ നിന്ന് 2-3 ആളുകളായിരിക്കും അവരുദ്ദേശിക്കുന്നതോ അതിനു മുകളിലോ ഉള്ള തൊഴിലവസരങ്ങളിലേക്ക് ചെന്നെത്തിപ്പെടുന്നത്. പക്ഷേ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും എവിടെയൊക്കെയോ തട്ടി തകർന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം പ്രൊഫഷണലുകളായവരെ ഈ സ്കൂളുകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ്. ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, ഏത് തൊഴിലിനും അതിൻ്റേതായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കേണ്ടത്. ആ ആവാസ വ്യവസ്ഥ നമുക്ക് ക്യാമ്പസുകളിൽ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നർത്ഥം. ഏറ്റവും ഇന്നോവേറ്റീവായ എഡ്യൂക്കേഷൻ ഏറ്റവും അഫോർഡബിളായി ലഭ്യമാവുന്ന ഹൈബ്രിഡ് ക്യാമ്പസുകളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിവർത്തനത്തിന് വിധേയമാകുമ്പോഴാണ് സിലിക്കൺ വാലി മോഡലിൽ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ രൂപപ്പെട്ടു വരികയെന്ന് ചാൽഡ്രോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. 100 രൂപയ്ക്കും 200 രൂപയ്ക്ക് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു എഡ്യൂക്കേഷൻ സംവിധാനം ഇവിടെ വരണം. എക്സെപ്ഷൻസ് അല്ല നമുക്ക് വേണ്ടത്, എക്സാമ്പിൾസ് ആണ് വേണ്ടത്. എക്സാമ്പിൾസിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം എങ്ങനെ കൊണ്ടുവരാം, ആ സിസ്റ്റത്തിലാണ് ഈ കോൺക്ലേവ് നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് വയ്ക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ ക്യാമ്പസിനെ നിങ്ങൾ ഹൈബ്രിഡ് ക്യാമ്പസ് ആക്കി മാറ്റണം. ഹൈബ്രിഡ് ക്യാമ്പസ് ആക്കി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ എക്സ്പെർട്സുകൾക്കും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷനായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ഒന്നാമത്തെ സംവിധാനം, നിങ്ങളുടെ ക്യാമ്പസിനെ നിങ്ങൾ ഹൈബ്രിഡ് ക്യാമ്പസ് ആക്കണം. അപ്പം നിങ്ങളുടെ ക്യാമ്പസിലെ കുട്ടികൾ ഓരോ കഴിവുള്ള കുട്ടികളെയും പഠിപ്പിക്കാൻ പറ്റും. കോ-ഫൗണ്ടർ ആൻഡ് CEO ഷമീർ ഖാൻ സ്വാഗതം പറഞ്ഞ കോൺക്ലേവിൽ അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര IAS, NAC ചെയർമാൻ NA അബൂബക്കർ, കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി K മണി, ഡോക്ടർ അമർജി കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ചാൽഡ്രോപ്പ് ക്യാമ്പസുകൾക്ക് വേണ്ടി ഒരുക്കിയ സ്കൂളുകളെ ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജരാക്കുന്ന ടെക്കറ്റ് സ്കൂൾ, എക്സ്പീരിയൻസോടുകൂടി തൊഴിൽ ഉറപ്പ് നൽകുന്ന ജോബ് ഷുവർ ക്യാമ്പസ്, ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബ്ബ് ഒരുക്കി അനവധി ഇൻഡസ്ട്രികളെ ക്യാമ്പസുകളിലേക്ക് എത്തിക്കുന്ന ടെക്കി സ്പാർക്ക് എന്നീ പ്രൊജക്ടുകളുടെ പ്രസന്റേഷനും നടന്നു. ചാൽഡ്രോപ്പിന്റെ അട്ടപ്പാടി മിഷനിലൂടെ സ്വന്തം ഗ്രാമത്തിൽ നിന്നും ടെക്നോളജി പഠിച്ച് IT എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്ന അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ നിന്നുള്ള യുവതീ യുവാക്കളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. റിപ്പോർട്ട് കാസർഗോഡ്.